നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾറെഡി നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. 4 കൈൻഡ് ഓഫ് പാസ്റ്റ് ടെൻസ് ആണുള്ളത്. 1 സിമ്പിൾ പാസ്റ്റ് ടെൻസ്, 2 പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമുല, ഓരോന്നിനും ഓരോ ഫോർമുല ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് V2 എന്നുള്ളതാണ്. ഈ V2, V1, V2, V3 എന്ന് പറയുന്നത് വെർബിനെയാണ്. വെർബിന്റെ ബേസ് ഫോം ആണ് V1, അതായത് പ്രസന്റ് ഫോം. V2 എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം, V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ സബ്ജക്ട് പ്ലസ് V2, അതായത് വെർബിന്റെ പാസ്റ്റ് ഫോമിനെയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഐ വെന്റ് ടു സ്കൂൾ. ഇത് ഗോയിന്റെ, വെന്റ് എന്ന് പറയുന്നത് ഗോയിന്റെ V2 ആണ്. ഗോ, വെന്റ്, ഗോൺ. V3 എന്ന് പറയുമ്പോൾ ഗോൺ ആണ്. ഓക്കെ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ing. എക്സാമ്പിൾ, ഐ വാസ് സ്റ്റഡിയിങ്, ദേ വേർ പ്ലേയിങ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആക്ഷന് മുന്നേ ആയിട്ട് നടന്ന ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുൻപേ കംപ്ലീറ്റ് ആയ ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാഡിന്റെ കൂടെ നമ്മൾ വെർബ് 3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് നമ്മൾ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ഫിനിഷ്ഡ് ബിഫോർ ഹി കെയിം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നതിന്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാഡ് ബീൻ പ്ലസ് V1 പ്രസന്റ് ഫോം ആണ് പ്ലസ് ing. ആൻഡ് അതിന്റെ എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours ബിഫോർ ഡിന്നർ. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ദർ സിൻസ് 2020. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.